മുട്ട നിറച്ചത്. ഇതുണ്ടാക്കാൻ 1 കപ്പ് ആട്ട, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. മസാലയ്ക്ക് വേണ്ടി ഒരു സവാളയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചെടുത്ത് സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാല റെഡി ആയിട്ട് 2 മുട്ട 2 കഷ്ണമാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആട്ട ഒന്ന് പരത്തിയെടുക്കാം. ഒരു ചെറിയ പത്തിരിയുടെ സൈസിൽ ഒന്ന് പരത്തിയെടുക്കാം. അതിലേക്ക് നമുക്ക് മസാലയും മുട്ടയും വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയാൽ ഒന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തതും വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.